ഹലോ എവരി വൺ, വെൽക്കം ടു ന്യൂബീസ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ട്രൂ ഹൈറ്റ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ്. ലെറ്റ്സ് ബിഗിൻ. ട്രൂ ഹൈറ്റ് എന്ന സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഡേവിഡ് നാസ്റ്റർ ആണ്. അദ്ദേഹം ഒരു ആക്ടറാണ്, സംവിധായകനാണ്, സർവോപരി ഒരു എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കൂടുതൽ വിവരങ്ങൾ കൊടുത്തിട്ടില്ല. ഈ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് മൈക്കൽ സ്റ്റോൺ, ബർട്ട് സ്റ്റോൺ, മിൽഡ്രഡ് സ്റ്റോൺ. മൈക്കൽ സ്റ്റോൺ ആണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. 17 വയസ്സുള്ള അന്ധനായൊരു കുട്ടിയാണ് മൈക്കൽ സ്റ്റോൺ. മൈക്കലിൻ്റെ പിതാവാണ് ബർട്ട് സ്റ്റോൺ, മാതാവ് മിൽഡ്രഡ് സ്റ്റോണും. നമുക്ക് സമ്മറിയിലേക്ക് കടക്കാം. ട്രൂ ഹൈറ്റ് ഈസ് ട്രൂലി എ ടച്ചിങ് സ്റ്റോറി ഓഫ് മൈക്കൽ സ്റ്റോൺ റിട്ടൺ ബൈ ഡേവിഡ് നാസ്റ്റർ. ഡേവിഡ് നാസ്റ്റർ എഴുതിയ മൈക്കൽ സ്റ്റോണിൻ്റെ ഹൃദയസ്പർശിയായ കഥയാണ് ട്രൂ ഹൈറ്റ്. മൈക്കൽ വാസ് എ സൺ ഓഫ് ബർട്ട് ആൻഡ് മിൽഡ്രഡ് സ്റ്റോൺ. ബർട്ടിൻ്റെയും മിൽഡ്രഡ് സ്റ്റോണിൻ്റെയും മകനായിരുന്നു മൈക്കൽ. മൈക്കൽ സ്റ്റോൺ, എ 17-year-old blind boy, participates in a major sports event. മൈക്കൽ സ്റ്റോൺ എന്ന 17 വയസ്സുള്ള അന്ധനായ ആൺകുട്ടി ഒരു പ്രധാനപ്പെട്ട കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഹി വോണ്ട്സ് ടു ഫ്ലൈ ഹൈ ലൈക്ക് ഇൻ ഹിസ് ഡ്രീംസ്. സ്വപ്നത്തിൽ കാണുന്ന പോലെ ഉയരത്തിൽ പറക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. Michael's mother told him exciting stories about flying, which motivated him. മൈക്കലിൻ്റെ അമ്മ അവന് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഉയരത്തിൽ പറക്കുന്നതിനെ കുറിച്ചുള്ള ആവേശകരമായ കഥകളും പറഞ്ഞു കൊടുത്തിരുന്നു. അത്തരത്തിലുള്ള കഥകൾ അവനെ പ്രചോദിപ്പിച്ചിരുന്നു. His father taught him to work hard. അതേസമയം അവൻ്റെ അച്ഛൻ കഠിനാധ്വാനം ചെയ്യാൻ അവനെ പഠിപ്പിച്ചു. മൈക്കൽ ട്രെയിൻ വെരി ഹാർഡ് ഫോർ 3 years, ലിഫ്റ്റിംഗ് വെയ്റ്റ്സ് ആൻഡ് റണ്ണിംഗ്. ഭാരമുയർത്താനും ഓടാനും മൈക്കൽ 3 വർഷത്തോളം കഠിനമായി പരിശീലിച്ചു. ഹി വാസ് ഡെഡിക്കേറ്റഡ് ആൻഡ് ഡിസിപ്ലിൻഡ്. മൈക്കൽ അർപ്പണബോധവും അച്ചടക്കമുള്ളവനുമായിരുന്നു. ഓൺ കോമ്പറ്റീഷൻ ഡേ, മൈക്കൽ ജംപ് ഹയർ ആൻഡ് ഹയർ, ബ്രേക്കിംഗ് ഹിസ് ഓൺ റെക്കോർഡ്. മത്സര ദിവസം മൈക്കൽ തൻ്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിച്ചു. ബിഫോർ ഹിസ് ഫൈനൽ ജംപ്, മൈക്കൽ ഫെൽ നെർവസ്. അവസാന ചാട്ടത്തിന് മുൻപ് മൈക്കൽ പരിഭ്രാന്തനായി. ബട്ട് ഹി റിമെമ്പേർഡ് ഹിസ് മദേഴ്സ് അഡ്വൈസ് ടു ബ്രെത്ത് ഡീപ്ലി ആൻഡ് റിലാക്സ്. എന്നാൽ ആഴത്തിൽ ശ്വസിക്കാനും വിശ്രമിക്കാനുമുള്ള അമ്മയുടെ ഉപദേശം അവൻ ഓർത്തു. ഹി ഇമാജിൻ ഹിംസെൽഫ് ഫ്ലൈയിങ് ലൈക്ക് ഇൻ ഹിസ് ഡ്രീംസ്. അവൻ സ്വപ്നത്തിലെന്ന പോലെ പറക്കുന്നതായി സങ്കല്പിച്ചു. മൈക്കൽ റാൻ ഫാസ്റ്റ്. മൈക്കൽ വേഗത്തിൽ ഓടി. ആൻഡ് ജംപ് ഹൈ. ഉയരത്തിൽ ചാടി. സെറ്റിംഗ് എ ന്യൂ റെക്കോർഡ്. മൈക്കൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. ദ ക്രൗഡ് ചിയേർഡ്. മത്സരം കാണാൻ എത്തിയിരിക്കുന്ന ജനക്കൂട്ടം സന്തോഷം കൊണ്ട് കൈയടിച്ചും എല്ലാം വിജയം ആഘോഷിച്ചു. ആൻഡ് ഹിസ് പേരൻസ് വെയർ എക്സ്ട്രീംലി പ്രൗഡ്. മൈക്കലിൻ്റെ മാതാപിതാക്കൾ അത്യധികം അവനെക്കുറിച്ചോർത്ത് അഭിമാനിച്ചു. ഹിസ് ഫാദർ ക്രൈഡ് വിത്ത് ജോയ്. അവൻ്റെ അച്ഛൻ സന്തോഷം കൊണ്ട് കരഞ്ഞു. മൈക്കൽ പ്രൂവ്ഡ് ദാറ്റ് ഈവൻ ദോ ഹി ഈസ് ബ്ലൈൻഡ്, ഹി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ്. കാഴ്ചയില്ലെങ്കിലും തനിക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് മൈക്കൽ തെളിയിച്ചു. ഹിസ് സ്റ്റോറി ഇൻസ്പയർസ് അസ് ടു വർക്ക് ഹാർഡ്, ബിലീവ് ഇൻ അവർസെൽവ്സ് ആൻഡ് നെവർ ഗിവ് അപ്പ്. കഠിനാധ്വാനം ചെയ്യാനും സ്വയം വിശ്വസിക്കാനും ഒരിക്കലും തളരാതിരിക്കാനും മൈക്കൽ സ്റ്റോണിൻ്റെ കഥ നമുക്കൊരു പ്രചോദനമാണ്. ഇത്രയുമാണ് ട്രൂ ഹൈറ്റ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറി. ഇനി മൈക്കൽ സ്റ്റോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കാം. മൈക്കൽ സ്റ്റോൺ ഈസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ട്രൂ ഹൈറ്റ്, റിട്ടൺ ബൈ ഡേവിഡ് നാസ്റ്റർ. ഡേവിഡ് നാസ്റ്റർ എഴുതിയ ട്രൂ ഹൈറ്റ് എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് മൈക്കൽ സ്റ്റോൺ. മൈക്കൽ സ്റ്റോൺ ഈസ് എ 17-year-old ബ്ലൈൻഡ് അത്ലീറ്റ്. 17 വയസ്സുള്ള അന്ധനായ ഒരു കായിക താരമാണ് മൈക്കൽ സ്റ്റോൺ. ഹി ഹാസ് എ സ്ട്രോങ് ബോഡി ഫ്രം ട്രെയിനിങ്. പരിശീലനത്തിലൂടെ നേടിയ കരുത്തുറ്റ ശരീരമാണ് മൈക്കലിൻ്റേത്. മൈക്കൽ ഈസ് എ ബ്രേവ് ആൻഡ് ഡിറ്റർമിൻഡ് പേഴ്സൺ. മൈക്കൽ ധീരനും നിശ്ചയദാർഢ്യവുമുള്ള വ്യക്തിയാണ്. ഹി വർക്ക്സ് ഹാർഡ് ആൻഡ് സ്റ്റേസ് ഫോക്കസ്. മൈക്കൽ കഠിനാധ്വാനം ചെയ്യുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഹി ഈസ് ഹംബിൾ ആൻഡ് ഡസൻറ്റ് ഷോ ഓഫ്. മൈക്കൽ ഒന്നിലും അഹങ്കരിക്കാത്ത വിനയമുള്ള വ്യക്തിയാണ്. മൈക്കൽസ് ഗുഡ് ക്വാളിറ്റീസ് ഇൻക്ലൂഡ് നെവർ ഗിവിംഗ് അപ്പ് ആൻഡ് ബീയിങ് വെരി ഹാർഡ് വർക്കിംഗ്. ഒരിക്കലും തളരാത്തതും കഠിനാധ്വാനിയായതും മൈക്കലിൻ്റെ നല്ല ഗുണങ്ങളിൽ ഉൾപ്പെടുന്നു. ഹി ഓൾസോ ഹാസ് എ സപ്പോർട്ടീവ് ഫാമിലി. അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന നല്ലൊരു കുടുംബമുണ്ട്.
Michael's goals are to win a big competition, break records and show everyone what he can do. ഒരു വലിയ മത്സരത്തിൽ വിജയിക്കുക, റെക്കോർഡുകൾ തകർക്കുക, തനിക്കും ഇതൊക്കെ സാധിക്കുമെന്ന് എല്ലാവരെയും കാണിക്കുക എന്നിവയാണ് മൈക്കലിൻ്റെ ലക്ഷ്യങ്ങൾ. മൈക്കൽ ഈസ് മോട്ടിവേറ്റഡ് ബൈ ഹിസ് ചൈൽഡ്ഹുഡ് ഡ്രീംസ്. കുട്ടിക്കാലത്തെ സ്വപ്നങ്ങളാണ് മൈക്കലിനെ പ്രചോദിപ്പിക്കുന്നത്. ഹിസ് മദേഴ്സ് എൻകറേജിംഗ് സ്റ്റോറീസ് ആൻഡ് ഹിസ് ഫാദേഴ്സ് അഡ്വൈസ്. മൈക്കലിൻ്റെ അമ്മ പറയുന്ന കഥകളും അച്ഛൻ്റെ ഉപദേശങ്ങളും എല്ലാം മൈക്കലിന് കൂടുതൽ പ്രചോദനം നൽകി. മൈക്കൽസ് മദർ ഇൻസ്പയർസ് ഹിം ആൻഡ് ഹിസ് ഫാദർ ഈസ് പ്രൗഡ് ഓഫ് ഹിം. അമ്മ പറയുന്ന പ്രചോദനം നൽകുന്ന കഥകൾ അവനെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കൂടുതൽ സഹായിച്ചു. മൈക്കലിൻ്റെ ഓരോ നേട്ടവും അച്ഛന് അഭിമാനമായിരുന്നു. Michael Stone is an inspiring person who teaches us to work hard and believe in ourselves. കഠിനാധ്വാനം ചെയ്യാനും നമ്മിൽ തന്നെ വിശ്വസിക്കാനും നമ്മെ പഠിപ്പിക്കുന്ന പ്രചോദനം നൽകുന്ന വ്യക്തിയാണ് മൈക്കൽ സ്റ്റോൺ. He proves that anything is possible with determination. നിശ്ചയദാർഢ്യത്താൽ എന്തും സാധ്യമാണെന്ന് അവൻ തെളിയിക്കുന്നു. ഇത്രയുമാണ് മൈക്കൽ സ്റ്റോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. അടുത്തത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. Why were Michael's palms sweating? Why did he consider that day as the most challenging day of his pole vaulting career? എന്തുകൊണ്ടാണ് മൈക്കിളിൻ്റെ കൈപ്പത്തികൾ വിയർക്കുന്നത്? തൻ്റെ പോൾ വോൾട്ടിംഗ് കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദിവസമായി ആ ദിവസത്തെ അദ്ദേഹം കരുതിയത് എന്തുകൊണ്ടാണ്? ആൻസർ നോക്കാം. Michael's palms were sweating because he was nervous about the big competition. ഈ വലിയ കോമ്പറ്റീഷനിൽ പരിഭ്രാന്തനായ മൈക്കിളിൻ്റെ കൈപ്പത്തികൾ വിയർക്കുന്നുണ്ടായിരുന്നു. ദാറ്റ് ഡേ വാസ് ചലഞ്ചിങ് ബിക്കോസ് ഹി ഹാഡ് ടു ജംപ് ഹയർ ദാൻ എവർ ബിഫോർ. ആ ദിവസം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു, കാരണം മൈക്കിളിന് മുൻപത്തേക്കാൾ ഉയരത്തിൽ ചാടേണ്ടി വന്നു. അടുത്ത ചോദ്യം. Why does the author say that pole vault is a glamorous event? പോൾ വോൾട്ട് ഒരു ഗ്ലാമറസ് ആയ കോമ്പറ്റീഷൻ ആണെന്ന് എഴുത്തുകാരൻ പറയുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ. പോൾ വോൾട്ടിംഗ് ഈസ് ഗ്ലാമറസ് ബിക്കോസ് ഇറ്റ് കമ്പൈൻസ് സ്ട്രെങ്ത്, ജിംനാസ്റ്റിക്സ് ആൻഡ് ഫ്ലൈയിങ് ഹൈ. പോൾ വോൾട്ടിംഗ് ആകർഷകമാകാൻ കാരണം അതിൽ ഒരാളുടെ കരുത്ത്, ജിംനാസ്റ്റിക്സ് ആൻഡ് ഫ്ലൈയിങ് ഹൈ, ഉയരത്തിൽ പറക്കുക എന്നീ 3 കാര്യങ്ങൾ ഒത്തുചേരുന്നത് കൊണ്ടാണ്. അടുത്ത ചോദ്യം. ഹൗ ഡിഡ് മൈക്കൽസ് മദർ arouse ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ഫ്ലൈയിങ്? മൈക്കലിൻ്റെ അമ്മ എങ്ങനെയാണ് പറക്കാനുള്ള താല്പര്യം മൈക്കലിൽ ഉണ്ടാക്കിയത്? ആൻസർ. മൈക്കൽസ് മദർ ടോൾഡ് ഹിം എക്സൈറ്റിംഗ് സ്റ്റോറീസ് അബൌട്ട് ഫ്ലൈയിങ്, മേക്കിംഗ് ഹിം ഡ്രീം ഓഫ് ഫ്ലൈയിങ്. മൈക്കലിൻ്റെ അമ്മ പറക്കുന്നതിനെക്കുറിച്ചുള്ള ആവേശകരമായ കഥകൾ അവന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ മൈക്കൽ പറക്കുന്നത് സ്വപ്നം കണ്ടു. അടുത്ത ചോദ്യം. വാട്ട് വാസ് മൈക്കൽസ് റിക്കറിംഗ് ഡ്രീം? ഹൗ വാസ് ബർട്ട് ഹിസ് ഫാദർ ഡിഫറെൻറ്റ് ഫ്രം ഹിസ് മദർ? മൈക്കലിൻ്റെ സ്വപ്നം എന്തായിരുന്നു? അവൻ്റെ അച്ഛനായ ബർട്ട് സ്റ്റോൺ അമ്മയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തനായിരുന്നു? മൈക്കൽസ് റിക്കറിംഗ് ഡ്രീം വാസ് അബൌട്ട് റണ്ണിങ് ആൻഡ് ഫ്ലൈയിങ്. മൈക്കലിൻ്റെ സ്വപ്നം ഓടുന്നതും പറക്കുന്നതും ആയിരുന്നു. ഇൻ ഹിസ് ഡ്രീം ഹി വുഡ് റൺ ഡൗൺ എ കൺട്രി റോഡ്. മൈക്കലിൻ്റെ സ്വപ്നത്തിൽ അവൻ ഒരു നാട്ടുവഴിയിലൂടെ ഓടും. ഹി വുഡ് ഫീൽ ദ ഗ്രൗണ്ട് ബിനീത്ത് ഹിം. തൻ്റെ കാൽപാദം പതിയുന്ന നിലം മൈക്കലിന് അനുഭവപ്പെടും. ദെൻ ഹി വുഡ് ലിഫ്റ്റ് ഓഫ് ആൻഡ് ഫ്ലൈ ലൈക്ക് ആൻ ഈഗിൾ. പിന്നെ അവൻ ഒരു കഴുകനെ പോലെ പൊങ്ങിപ്പറക്കും. ബട്ട് മൈക്കൽസ് ഫാദർ വാസ് ഡിഫറെൻറ്റ് ഫ്രം ഹിസ് മദർ. ഹി ബിലീവ്ഡ് ഇൻ വർക്കിംഗ് ഹാർഡ്. ഹിസ് മദർ ബിലീവ്ഡ് ഇൻ ഡ്രീമിംഗ് ബിഗ്. മൈക്കലിൻ്റെ പിതാവ് ബർട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിലാണ് വിശ്വസിച്ചിരുന്നത്. മൈക്കലിൻ്റെ അമ്മ അവനെ വലിയ സ്വപ്നം കാണാനും പ്രചോദിപ്പിച്ചു. അടുത്ത ചോദ്യം. വാട്ട് വാസ് ഹിസ് ഫാദേഴ്സ് മോട്ടോ? മൈക്കലിൻ്റെ അച്ഛൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? ആൻസർ. ഹിസ് ഫാദേഴ്സ് മോട്ടോ വാസ് ഇഫ് യു വോണ്ട് സംതിങ് വർക്ക് ഫോർ ഇറ്റ്. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതിനായി പ്രവർത്തിക്കുക എന്നതായിരുന്നു അച്ഛൻ്റെ മുദ്രാവാക്യം. അടുത്ത ചോദ്യം. ഹു വാസ് മൈക്കൽസ് കോച്ച് ആൻഡ് ഹൗ ഡിഡ് ഹി ട്രെയിൻ ഹിം? വാട്ട് വാസ് ഹിസ് പാഷൻ? മൈക്കലിൻ്റെ പരിശീലകൻ ആരായിരുന്നു? അദ്ദേഹം എങ്ങനെയാണ് മൈക്കലിനെ പരിശീലിപ്പിച്ചത്? എന്തിനോടായിരുന്നു അവൻ അത്യുത്സാഹം കാണിച്ചത്?
ബേർഡ് സ്റ്റോൺ. മൈക്കിൾസ് ഫാദർ വാസ് ഹിസ് കോച്ച്. മൈക്കിളിൻ്റെ പിതാവായ ബേർഡ് സ്റ്റോൺ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പരിശീലകൻ. ഹി ട്രെയിൻ ഹിം വിത്ത് എ സ്ട്രിക്റ്റ് വർക്കൗട്ട് പ്ലാൻ. കർശനമായ വർക്കൗട്ട് പ്ലാനോടെയായിരുന്നു അദ്ദേഹം മൈക്കിളിനെ പരിശീലിപ്പിച്ചത്. ഹിസ് പാഷൻ വാസ് പോൾ വോൾട്ടിംഗ്. പോൾ വോൾട്ടിങ്ങിനോടായിരുന്നു മൈക്കിൾ ആവേശം കാണിച്ചിരുന്നത്. അടുത്ത ചോദ്യം, നരേറ്റ് മൈക്കിൾസ് എക്സ്പീരിയൻസ് ആഫ്റ്റർ ക്ലിയറിംഗ് ദ ബാർ അറ്റ് 17 feet 4 inch. പോൾ വോൾട്ട് മത്സരത്തിൽ 17 അടി 4 ഇഞ്ചിൽ ചാടിയ ശേഷം മൈക്കിളിൻ്റെ അനുഭവം എന്തായിരുന്നു? വിവരിക്കുക. ആഫ്റ്റർ ക്ലിയറിംഗ് 17 feet 4 inches, മൈക്കിൾ ഡിഡ്ന്റ് ഷോ ഇമോഷൻ ബട്ട് പ്രിപ്പയർഡ് ഫോർ ഹിസ് നെക്സ്റ്റ് ജംപ്. 17 അടി 4 ഇഞ്ച് ചാടിയ ശേഷം മൈക്കിൾ യാതൊരു തരത്തിലുള്ള വികാര പ്രകടനങ്ങളും, അതായത് സന്തോഷമോ സങ്കടമോ കാണിച്ചില്ല, പക്ഷേ തൻ്റെ അടുത്ത ചാട്ടത്തിനു വേണ്ടി തയ്യാറെടുത്തു. അടുത്ത ചോദ്യം, എ മിസ് വുഡ് സെറ്റ് ഹിം സെക്കൻഡ് പ്ലേസ്. വൈ? മൈക്കിളിൻ്റെ ഒരു ചെറിയ അശ്രദ്ധ അവനെ 2ാം സ്ഥാനത്തെത്തിക്കും. എന്തുകൊണ്ട്? ആൻസർ, എ മിസ് വുഡ് പുട്ട് മൈക്കിൾ സെക്കൻഡ് ബിക്കോസ് ദ അതർ വോൾട്ടർ ഹാഡ് ഫ്യൂവർ മിസ്സസ്. മൈക്കിളിന് ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടായാൽ അവൻ 2ാം സ്ഥാനക്കാരനാകും. കാരണം മറ്റൊരു മത്സരാർത്ഥിക്ക് വളരെ കുറച്ച് മിസ്സസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇത്തരം മത്സരങ്ങൾക്ക് 1 or 2 തവണ ഒരു മത്സരത്തിൽ ചാടാം. പോൾ വോൾട്ടിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരു വലിയ സ്റ്റമ്പിൽ ചാടുന്ന ഗെയിമാണ് പോൾ വോൾട്ടിംഗ്. മൈക്കിളിൻ്റെ കൂടെ പങ്കെടുക്കുന്ന സഹതാരത്തിൻ്റെ ആദ്യത്തെ ചാട്ടം തന്നെ മികച്ചതായിരുന്നു. മൈക്കിളിൻ്റെ അടുത്ത ചാട്ടം മികച്ചതായില്ലെങ്കിൽ മൈക്കിൾ 2ാം സ്ഥാനക്കാരനായി പോകും. അടുത്ത ചോദ്യം, വാട്ട് വെയർ ദ ഡിഫറെൻറ്റ് ഫീലിംഗ്സ് മൈക്കിൾ ഹാഡ് ബിഫോർ ഹിസ് ഫൈനൽ വോൾട്ട്. മൈക്കിളിൻ്റെ അവസാന ചാട്ടത്തിന് മുൻപ് മൈക്കിളിന് ഉണ്ടായിരുന്ന വ്യത്യസ്ത വികാരങ്ങൾ എന്തായിരുന്നു? ആൻസർ, ബിഫോർ ഹിസ് ഫൈനൽ വോൾട്ട് മൈക്കിൾ ഫെൽ നെർവസ്, ടെൻസ്, ആങ്ഷ്യസ് ആൻഡ് ഫിയർഫുൾ. മൈക്കിളിൻ്റെ അവസാന പോൾ വോൾട്ടിന് മുൻപ് അവന് പരിഭ്രാന്തിയും പിരിമുറുക്കവും ഉത്കണ്ഠയും ഭയവും അനുഭവപ്പെട്ടു. അടുത്ത ചോദ്യം, വിച്ച് അഡ്വൈസ് ഓഫ് ഹിസ് മദർ ഹെൽപ്പ് മൈക്കിൾ അറ്റ് മൊമെന്റ്സ് ഓഫ് ടെൻഷൻ ആൻഡ് ആങ്സൈറ്റി. പിരിമുറുക്കത്തിൻ്റെയും ഉത്കണ്ഠയുടെയും നിമിഷങ്ങളിൽ അമ്മയുടെ ഏത് ഉപദേശമാണ് മൈക്കിളിനെ സഹായിച്ചത്? ആൻസർ, ഹിസ് മദേഴ്സ് അഡ്വൈസ് ടു ടേക്ക് ഡീപ് ബ്രെത്ത്സ് ഹെൽപ്പ് മൈക്കിൾ കാം ഡൗൺ. ശക്തിയായി ശ്വാസമെടുക്കാനുള്ള അമ്മയുടെ ഉപദേശം മൈക്കിളിനെ ശാന്തനാക്കി. അടുത്ത ചോദ്യം, ഹൗ ഡിഡ് ദ റോബിൻ സോങ് മോട്ടിവേറ്റ് മൈക്കിൾ ഇൻ ദ ഇവന്റ്. ഒരു പക്ഷിയാണ് റോബിൻ. മൈക്കിൾ മത്സരത്തിന് തയ്യാറെടുത്തു നിൽക്കുമ്പോൾ റോബിൻ എന്ന പക്ഷിയുടെ പാട്ട് കേൾക്കുകയാണ്. എങ്ങനെയാണ് റോബിൻ്റെ പാട്ട് മൈക്കിളിനെ മത്സരത്തിൽ പ്രചോദിപ്പിച്ചത്? ആൻസർ, ഹിയറിംഗ് റോബിൻ സോങ് മോട്ടിവേറ്റഡ് മൈക്കിൾ ടു ഫോക്കസ് ആൻഡ് ടേക്ക് ആക്ഷൻ. റോബിൻ എന്ന പക്ഷിയുടെ പാട്ട് മത്സരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനും മൈക്കിളിനെ പ്രേരിപ്പിച്ചു. അടുത്ത ചോദ്യം, വാട്ട് മാജിക് ഹാപ്പൻ വെൻ മൈക്കിൾ ടുക്ക് എ ഡീപ് ബ്രെത്ത്. മൈക്കിൾ ഒരു ദീർഘനിശ്വാസം എടുത്തപ്പോൾ എന്ത് മാന്ത്രികതയാണ് സംഭവിച്ചത്? ആൻസർ, വെൻ മൈക്കിൾ ടുക്ക് എ ഡീപ് ബ്രെത്ത് ഹി ഫെൽറ്റ് ലിഫ്റ്റഡ് ആൻഡ് ബിഗാൻ ടു ഫ്ലൈ. മൈക്കിൾ ഒരു ദീർഘനിശ്വാസം എടുത്തപ്പോൾ അവൻ ഉയർന്നു പറക്കാൻ തുടങ്ങി. അടുത്ത ചോദ്യം, വാട്ട് ബ്രോട്ട് മൈക്കിൾ ബാക്ക് ടു ദി എർത്ത്. ഉയർന്നു പറന്ന മൈക്കിളിനെ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നത് എന്താണ്? ആൻസർ, ദ ക്രൗഡ്സ് ചിയേഴ്സ് ആൻഡ് ലാൻഡിംഗ് ഓൺ ദ മാറ്റ് ബ്രോട്ട് മൈക്കിൾ ബാക്ക് ടു എർത്ത്. കാണികളുടെ ആർപ്പുവിളിയും മത്സര സ്ഥലത്ത് വിരിച്ചിരിക്കുന്ന പായയിൽ ഇറങ്ങിയതും ഉയർന്നു പറന്ന മൈക്കിളിനെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അടുത്ത ചോദ്യം, വൈൽ മൈക്കിൾ വാസ് വിന്നിംഗ് കംപ്ലീറ്റിംഗ് ഹിസ് ഫൈനൽ ജംപ് വാട്ട് വാസ് ഹിസ് ഫാദർ ഡൂയിങ്. മൈക്കിൾ വിജയിക്കുമ്പോൾ, അവസാന ചാട്ടം പൂർത്തിയാക്കുമ്പോൾ അവൻ്റെ അച്ഛൻ എന്താണ് ചെയ്തത്? ആൻസർ, വൈൽ മൈക്കിൾ ജംപ് ഹിസ് ഫാദർ വാസ് ഹഗ്ഗിങ് ഹിസ് വൈഫ് ആൻഡ് ക്രൈങ് ടിയേഴ്സ് ഓഫ് പ്രൈഡ്. മൈക്കിൾ അവസാന ചാട്ടം ചാടിയപ്പോൾ മൈക്കിളിൻ്റെ അച്ഛൻ മൈക്കിളിൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് അഭിമാനം കൊണ്ട് കരയുകയായിരുന്നു. അടുത്ത ചോദ്യം, ഹി വാസ് ക്രൈങ് ദ ഗ്രേറ്റസ്റ്റ് ടിയേഴ്സ് ഓഫ് ഓൾ ഹൂ ആൻഡ് വൈ. അവൻ കരയുകയായിരുന്നു ഏറ്റവും വലിയ കരച്ചിൽ. ആരാണ് കരഞ്ഞത്? എന്തുകൊണ്ടാണ് കരഞ്ഞത്? ആൻസർ, ഹിസ് ഫാദർ ക്രൈഡ് ബിക്കോസ് ഹി വാസ് എക്സ്ട്രീംലി പ്രൗഡ് ഓഫ് മൈക്കിൾ.
മൈക്കിളിനെ കുറിച്ച് അങ്ങേയറ്റം അഭിമാനം തോന്നിയതിനാൽ മൈക്കിളിൻ്റെ അച്ഛനാണ് കരഞ്ഞത്. അടുത്ത ചോദ്യം, വൈ ഡസ് ഡേവിഡ് നാസ്റ്റർ തിങ്ക് ദാറ്റ് മൈക്കിൾസ് ലൈഫ് വുഡ് നെവർ ബി ദ സെയിം? മൈക്കിളിൻ്റെ ജീവിതം ഒരിക്കലും മുൻപ് ഉണ്ടായിരുന്നതുപോലെ ആകില്ലെന്ന് എഴുത്തുകാരനായ ഡേവിഡ് നാസ്റ്റർ കരുതുന്നത് എന്തുകൊണ്ട്? ആൻസർ, മൈക്കിൾസ് ലൈഫ് ചേഞ്ച് ബിക്കോസ് ഹി വോൺ ആൻഡ് സെറ്റ് എ റെക്കോർഡ് ഡെസ്പൈറ്റ് ബീങ് ബ്ലൈൻഡ്. അന്ധനായിരുന്നിട്ടും ജയിച്ച് റെക്കോർഡ് സ്ഥാപിച്ചതാണ് മൈക്കിളിൻ്റെ ജീവിതം മാറിമറിഞ്ഞത്. അവസാനത്തെ ചോദ്യം, ഹൗ ഡിഡ് മൈക്കിൾ കൺഫ്രണ്ട് ദ മോസ്റ്റ് ചലഞ്ചിങ് ഡേ ഓഫ് ഹിസ് പോൾ വോൾട്ടിംഗ് കരിയർ? നരേറ്റ് ഹിസ് ഇനീഷ്യൽ ഫിയേഴ്സ്, ടെൻഷൻസ് ആൻഡ് ആങ്സൈറ്റി. തൻ്റെ പോൾ വോൾട്ടിംഗ് കരിയറിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദിവസത്തെ മൈക്കിൾ എങ്ങനെയാണ് നേരിട്ടത്? മൈക്കിളിന് തുടക്കത്തിലുണ്ടായ ഭയം, പിരിമുറുക്കം, ഉത്കണ്ഠ എന്നിവ വിവരിക്കുക. ആൻസർ, Michael faced his challenging day with initial fears but overcame them with determination, deep breaths and focusing on his dream. മൈക്കിൾ തൻ്റെ വെല്ലുവിളി നിറഞ്ഞ ദിവസത്തെ നിശ്ചയദാർഢ്യത്തോടെയും ആഴത്തിൽ ശ്വാസമെടുത്തും തൻ്റെ സ്വപ്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും എല്ലാം ഭയത്തെ മറികടന്നു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. മറ്റുള്ള ആക്ടിവിറ്റീസ് പാർട്ട് 2 വീഡിയോ ആയി ഇടുന്നതായിരിക്കും. വീണ്ടും കാണാം. താങ്ക് യു.